ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ശബരിമലയിൽ നട തുറക്കുന്നതിന്. നട തുറന്ന് അവിടെയുള്ള ഭക്തരെ പ്രവേശിപ്പിച്ച് ദർശനം നടത്തി മറ്റു ഭക്തരെ കൂടി കയറ്റി ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾ ആ രീതിയിലാണ് ക്രമീകരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രവീൺ, ഇനി അല്പസമയം കൂടിയേ ഉള്ളൂ ഈ ദർശനത്തിനായി സന്നിധാനത്തുള്ള ഭക്തരെ ആദ്യം കയറ്റിവിട്ട് അതിനുശേഷമായിരിക്കും താഴെ ഇപ്പോൾ 18-ാം പടിക്ക് താഴെ നിൽക്കുന്നവരെ കയറ്റിവിടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വീണ്ടും കൂടുതൽ നേരം അവിടെ നിൽക്കേണ്ടി വരും. ആ ഭക്തർ ഇനിയും കാത്തു നിൽക്കേണ്ടി വരും. എന്തായാലും ക്രമീകരണങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഏതായാലും ശബരിമലയിൽ നിയന്ത്രണം പോലീസിന്റെ പക്കൽ തന്നെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. അപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും 18-ാം പടിക്ക് മുൻവശത്ത് പോലീസ് സേനാംഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് അല്പം ഒരു പുഞ്ചിരിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ വലിയ ആശങ്ക തന്നെയായിരുന്നു. ADGP S. ശ്രീജിത്ത് നേരിട്ട് ഇവിടേക്ക് എത്തിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ അല്പം ആശ്വാസം പോലീസിൻ്റെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കാരണം ഈ 18-ാം പടിക്ക് താഴെയുള്ള തിരക്ക് അത് പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് പുറകുവശത്ത് കാണുന്ന ആ ഭാഗത്ത് അവിടെയുള്ള ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ആയിരിക്കും ഇനി 3 മണിക്ക് നട തുറക്കുമ്പോൾ ആദ്യം 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുക. ഇപ്പോൾ ഈ വലിയ നടപ്പന്തലിൽ ഉൾപ്പെടെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നേരത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവർ വലിയ ആശങ്കയിലായിരുന്നു. കാരണം രക്ഷിതാക്കളുടെയൊക്കെ തോളിൽ കയറിയിരുന്ന് ഈ തിരക്കിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞ് 18-ാം പടി കയറി മുകളിലേക്ക് വരികയും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു. ഏതായാലും അവർക്ക് വെള്ളവും ഒപ്പം തന്നെ ലഘുഭക്ഷണവും ഒക്കെ ഈ 18-ാം പടി കഴിഞ്ഞ് തിരുമുറ്റത്തേക്ക് എത്തിയപ്പോൾ നൽകിയിട്ടുണ്ട്. പോലീസൊക്കെ വളരെ കരുതലോടുകൂടി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, അല്പസമയത്തേക്ക് പോലീസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും പാളിപ്പോയി. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ നടപ്പന്തൽ കഴിഞ്ഞ് എത്രമാത്രം ആളുകൾ അല്ലെങ്കിൽ ഭക്തരെ ഈ 18-ാം പടി ചവിട്ടാൻ കയറ്റി വിടണം എന്നത് സംബന്ധിച്ച് ഒരു പാകപ്പിഴവ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ നടപ്പന്തലിൽ കൂടി കടന്നു വരുന്ന തീർത്ഥാടകരെ അത് 18-ാം പടിയിലെ ഒരു സ്ഥിതിയോ അല്ലെങ്കിൽ ഈ മുകളിലെ തിരുമുറ്റത്തെ അവസ്ഥയോ അത് നോക്കാതെ പെട്ടെന്ന് തന്നെ ഈ വലിയ നടപ്പന്തലിൽ നിന്നും ആൽഭാഗത്ത് കൂടി 18-ാം പടി ഭാഗത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവെത്ത് പോലീസും അക്കാര്യത്തിൽ നിസ്സഹായരാണ്. കാരണം ഈ വലിയ നടപ്പന്തലിൽ ഭക്തർ അക്ഷമരാകാൻ തുടങ്ങിയിരുന്നു. കാരണം 4-5 മണിക്കൂറിലധികമായി അവർ ഒരേ സ്ഥലത്ത് തന്നെ വലിയ നടപ്പന്തലിൽ തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭക്തരും അക്ഷമരായി തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഇടപെട്ട് ഈ 18-ാം പടി ഭാഗത്തേക്ക് കൂടുതൽ ഭക്തരെ കയറ്റിവിട്ടത്. അങ്ങനെ കയറ്റിവിട്ട ഭക്തർ ഇവിടെ ക്രമാതീതമായി അവരുടെ എണ്ണം വർദ്ധിക്കുകയും പിന്നീട് പോലീസിന് പെട്ടെന്ന് അല്പസമയത്തേക്ക് പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും പോലീസ് മനസാന്നിധ്യം കൈവിട്ടില്ല. നേരത്തെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് NDRF സേനാംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പ്രത്യേക പരിശീലനം കിട്ടിയവരാണ്. കാരണം വലിയ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ NDRF ടീം അംഗങ്ങൾ പെട്ടെന്ന് അവിടേക്ക് എത്തുകയും അവർ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ തിരക്ക് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുകയുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇക്കുറി NDRFിൻ്റെ ഒരു സാന്നിധ്യം ശബരിമലയിലില്ല. നമുക്കറിയാൻ കഴിയുന്നത് സാധാരണഗതിയിൽ കേന്ദ്രമാണ് NDRFിനെയും ഒക്കെ സന്നിധാനത്തേക്ക് അയക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിനുള്ള ഒരു അപേക്ഷയൊക്കെ കേന്ദ്രത്തിന് കൊടുത്തിരുന്നു. പക്ഷേ ഈ വൃശ്ചികം ഈ മണ്ഡലകാലം ആരംഭിച്ചിട്ടും ഇതുവരെ NDRFിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സന്നിധാനത്തുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പോലീസിൻ്റെ കൂടെ തന്നെ കൈ ചേർത്ത് നിന്നുകൊണ്ട് കൈ പിടിച്ചു നിന്നുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുന്നത് NDRF ടീം അംഗങ്ങളാണ്. പക്ഷേ ഇന്ന് ഒരു NDRF ടീം അംഗം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഇത്തരമൊരു ക്രൈസിസ് ശബരിമലയിൽ ഉണ്ടാകുമ്പോൾ അപകടകരമായിട്ടുള്ള സാഹചര്യം മാറി എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടുതൽ ഭക്തരെ അതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക. നിലയ്ക്കലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഭക്തരെ സന്നിധാനത്തേക്ക് എത്തുന്നതിലടക്കം നിയന്ത്രണം ഇപ്പോഴുണ്ട്. നിലവിൽ സന്നിധാനത്തുള്ള ആളുകൾക്ക് ഭക്തർക്ക് ദർശനം സൗകര്യം ഒരുക്കുക, അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം മണിക്കൂറുകളോളം 5-10 മണിക്കൂറൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്കടക്കം വലിയ ബുദ്ധിമുട്ടുകൾ ഒരു ഘട്ടത്തിൽ നേരിടേണ്ടി വന്നു. പോലീസിന്റെ കയ്യിൽ നിന്നും ഒരു ഘട്ടത്തിൽ നിയന്ത്രണം പോവുകയും ചെയ്തിരുന്നു.